നമസ്കാരം. 2-1-3 സ്വാഗതം. പാലക്കാട് പ്രചരണം അവസാന ലാപ്പിലായി കഴിഞ്ഞു. മഹായുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു മഹാരാഷ്ട്ര. രണ്ടാം ഘട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ജാർഖണ്ഡ്. ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് യു പിയിലും പഞ്ചാബിലും. എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. 2-1-3 സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ചരിത്രം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാകും എന്നവകാശപ്പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദീപ് വാര്യർ വന്നത് അവസാന നിമിഷം ഒരു നേട്ടമാണ് എന്ന് വിലയിരുത്തുന്നു കോൺഗ്രസ്. പ്രതീക്ഷകൾ ഏറെയുള്ള സീറ്റിൽ BJPക്ക് ഇത് ജീവൻ മരണ പോരാട്ടം. ഈ സമയത്തെ ഏറ്റവും ഒടുവിലത്തെ വിശകലനങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നു ജി ശ്രീജിത്ത്, പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വിജയം ഉറപ്പാണ് എന്ന മട്ടിലാണ് അവരുടെ നീക്കം. അതേസമയം CPMന് ഒരു തിരിച്ചുവരവിനുള്ള അവസരം കൂടിയാണ് പാലക്കാട്. ഏറ്റവും ഒടുവിലെ അവസാന മണിക്കൂറുകളിലെ ചിത്രം എന്ത് വ്യക്തമാക്കുന്നു? മനു, പാലക്കാട് പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയധികം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, മുന്നണികളുടെ അടിത്തട്ടിലുള്ള അതിശക്തമായ പ്രചരണങ്ങൾ, ഇതിനെല്ലാം ശേഷമാണ് പാലക്കാട് വിധി എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പാലക്കാട് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം, രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികൾ, ഉച്ചയ്ക്ക് ശേഷം കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ്. ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ പോലും പല രാഷ്ട്രീയ വിവാദങ്ങളും നടന്ന സ്ഥലമാണ് പാലക്കാട്. ഇന്നലെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിൽ എത്തിച്ചെങ്കിൽ ഇന്ന് അവർ നടത്തിയ നീക്കം ഒരു ഉന്നത നേതാവിനെയും 9 കൗൺസിലർമാരെയും 2.5 കോടി രൂപ ആദ്യ ഗഡുവായി കൊടുത്ത് കൊണ്ടുവരാനുള്ള നീക്കം തകർത്തു എന്ന് കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ദിവസം കൂടിയാണ് ഇന്ന്. അതായത് കോൺഗ്രസിൽ ഓപ്പറേഷൻ ഹസ്ത എന്ന പേരിൽ കോൺഗ്രസിൽ ഇത്തരം ഓപ്പറേഷനുകൾ തുടരുന്നു. സന്ദീപ് നേരത്തെ തന്നെ മാറി നിന്ന ആളായതുകൊണ്ട് സന്ദീപ് പോയി. പക്ഷെ മറ്റൊരാളെയും അടർത്തിയെടുക്കാൻ നടന്നില്ല. കോടികൾ ഇതിനായി ചെലവഴിക്കുന്നു. KC വേണുഗോപാൽ നേരെ മഹാരാഷ്ട്രയിലെ പരിപാടികൾ റദ്ദാക്കി ഇന്നിവിടെ എത്തിയത് പോലും ഈ പരിപാടിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനും ഇടനിലയുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉയർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഓരോ മണിക്കൂറുകളും മാറി മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാലക്കാടുള്ളത്. എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ED അന്വേഷിക്കട്ടെ എന്ന മറുപടി KC വേണുഗോപാൽ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ നടത്തി. എന്തായാലും ഇന്ന് 3 പാർട്ടികളുടെയും റോഡ് ഷോകളുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോ ഉണ്ട്. പിരായിരി പഞ്ചായത്തിൽ BJPയുടെ ബൈക്ക് റാലിയുണ്ട്. ഇടത് യുവജന സംഘടനകളുടെ റോഡ് ഷോ രാത്രി 7 മണിയോടുകൂടിയുണ്ട്. അങ്ങനെ ആവേശകരമായ നിലയിൽ, അതായത് സാധാരണഗതിയിൽ ഏറ്റവും അവസാന ദിനം മാത്രമാണ് കുട്ടിക്കലാശം നടക്കുക. പക്ഷേ ഇവിടെ 3-4 ദിവസമായി തന്നെ കുട്ടിക്കലാശത്തിന്റെ മേളം തുടങ്ങിയിരിക്കുന്നു. പലതരത്തിലുള്ള റോഡ് ഷോകൾ ഉണ്ടായിരുന്നു. ഇന്നലെ സന്ദീപ് വാര്യരെ അവതരിപ്പിച്ചുകൊണ്ട് നടന്ന റോഡ് ഷോ ഏറ്റവും പ്രധാനപ്പെട്ടതായി UDYF. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ആദ്യം ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനം ആളുകൾ നേരത്തെ തന്നെയൊക്കെ എടുത്തു വെക്കും. പക്ഷേ അവസാന നിമിഷമുള്ള ചില മാറ്റങ്ങൾ ഒരു ചെറിയ ശതമാനത്തെയെങ്കിലും ബാധിക്കാതിരിക്കില്ല. ഈ സന്ദീപ് വാര്യരുടെ വരവ് അത് എത്തരത്തിലുള്ള ഒരു നേട്ടം കോൺഗ്രസിനുണ്ടാക്കും? BJP ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ അവിടെ വലിയ നീക്കം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഉള്ള ഒരു പ്രചരണ പരിപാടി ചേലക്കരയിൽ നമ്മൾ കണ്ടു. പാലക്കാടും കോൺഗ്രസ് ശക്തമായ ഒരു പോരാട്ടം നടത്തുന്നു. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് ജീവൻ മരണ പോരാട്ടമാണ്. രാജഗോപാലിന് ശേഷം നിയമസഭയിലേക്ക് C കൃഷ്ണകുമാർ എത്തുമോ എന്ന വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നു. CPMന് ഇത് തിരിച്ചുവരവിൻ്റെ ഒരവസരമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണ് ഏറ്റവും അവസാന നിമിഷം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിഷയം?
പല വിഷയങ്ങൾ നേരത്തെ തന്നെ സ്വാധീനിക്കപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകും മനു. പക്ഷെ അതിനപ്പുറത്തേക്ക് പാലക്കാട് ഒരു ഇഞ്ചോനിഞ്ച് പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് അവസാന നിമിഷങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അടക്കം ചർച്ച ചെയ്യിക്കാനുള്ള നീക്കം പാർട്ടികൾ നടത്തുന്നത്. വലിയ പൊളിറ്റിക്കൽ ഓപ്പറേഷനുകൾ നടത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും അതാണ്. ചെറിയ വോട്ടെങ്കിൽ ചെറിയ വോട്ട്. ഇപ്പോ സന്ദീപിനെ കൊണ്ടുവന്നതിലൂടെ പല വോട്ടുകളും മറിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. ഏറ്റവും കുറഞ്ഞത് പൊതു വോട്ടുകളിലടക്കം ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തിയ കോൺഗ്രസിന് അനുകൂലമായ ഒരു വോട്ടിംഗ് നടക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇത്ര തീവ്ര നിലപാടെടുത്ത സന്ദീപിനെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകളിൽ ഭിന്നതയുണ്ടാകുമെന്ന് ഇടതുപക്ഷം പോലും ആരോപിക്കുന്നു. അത് ഇപ്പുറത്ത് തങ്ങളെ ചതിച്ചുപോയ സന്ദീപിനൊപ്പം ഞങ്ങളുടെ പ്രവർത്തകരാരും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തകന് അതൃപ്തി ഉണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് BJP ക്യാമ്പ് മാറിയെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തിലാണ്. CPM-നെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുവരെ കഴിഞ്ഞ 10-25 വർഷത്തിനിടെ കിട്ടിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് അവർ സ്വയം അവരുടെ ക്യാമ്പ് വിലയിരുത്തുന്നത്. സരിൻ ഇടത് വോട്ടുകൾ, അതിന്റെ കൂടെ സരിൻ കൂടി നേടിയെടുക്കുന്ന വോട്ടുകൾ, ഈ ശ്രീധരനും ഒപ്പം തന്നെ ലഭിച്ച വോട്ടുകൾ അത് കുറച്ച് തങ്ങൾക്കും ലഭിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ അതൃപ്തരുടെ വോട്ടും ലഭിക്കും. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് ഇടതുപക്ഷവും കരുതുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയും 2 ദിവസത്തെ ക്യാമ്പ് പാലക്കാട് ചെയ്തുകൊണ്ട് ഏതാണ്ട് 6 ഇടത്ത് പ്രചരണം നടത്തിയ ശേഷം മടങ്ങുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. മനു, ഓരോന്നും ഓരോ വിഷയമാണ്. മുനമ്പം ഉൾപ്പെടെ ഇവിടെ പല തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം സ്വാധീനിക്കാൻ വോട്ടർമാരെ, ഓരോ തരത്തിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട്. തീർച്ചയായും പാലക്കാടിന്റെ ഒരു ചിത്രം വളരെ വ്യക്തമായിരിക്കും ശ്രീജിത്തിന്. അവിടെ ഒരു വോട്ടിംഗ് പാറ്റേൺ, നഗരപ്രദേശങ്ങളിൽ BJPക്ക് കാര്യമായ ഒരു സ്വാധീനമുണ്ട്. അവരവകാശപ്പെടുന്നത് ഈ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ആ സ്വാധീനം കോൺഗ്രസിലേക്ക് നീങ്ങാൻ ഒരു സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠന് കൂടുതൽ വോട്ടുകൾ നഗരത്തെ പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ളത് പ്രായിരിയും മാത്തൂരുമാണ്, കണ്ണാടിയുമാണ്. ഇവിടെ വോട്ട് മറിക്കാൻ കഴിയും എന്നാണ് BJP അവകാശപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ BJP ഉന്നയിക്കുന്നു. നഗരത്തിൽ അവരുടെ വോട്ട് നഷ്ടമാകും, അത് ലഭിക്കുമെന്ന് കോൺഗ്രസും കണക്ക് കൂട്ടുന്നു. അങ്ങനെ അവസാന നിമിഷ കണക്കുകൂട്ടലുകളൊക്കെ ധാരാളം ആളുകൾക്കുണ്ട്. അത് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് CPM-ന് അവർക്ക് ഏതു മേഖലയിലും, കണ്ണാടിയിൽ അവർക്ക് സ്വാധീനമുണ്ട്, കണ്ണാടി പഞ്ചായത്തിൽ അവർക്ക് സ്വാധീനമുണ്ട്. പ്രാരിയിൽ UDF-ന്, മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. മാത്തൂരും അതുപോലെ CPM-ന് സ്വാധീനമുണ്ട്. അപ്പോൾ നഗരത്തിലെ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ CPM-ൻ്റെ കയ്യിൽ എന്ത് തന്ത്രമുണ്ട്? അതേപോലെ തന്നെ ഈ പഞ്ചായത്തുകളിലെ വോട്ട് വർദ്ധിപ്പിക്കാൻ BJPക്ക് എന്ത് തന്ത്രമുണ്ട്? മനു, കഴിഞ്ഞ ശ്രീധരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും പലരും ഒരു ഓവർ കോൺഫിഡൻസിന്റെ ഭാഗമായി ശ്രീധരൻ എന്തായാലും ജയിക്കുമെന്നുള്ളത് കൊണ്ട് BJP-യിലെ പലരും നിഷ്ക്രിയരായിരുന്നു, വോട്ട് ചെയ്യാതിരുന്നു. അത്തരത്തിൽ ഏതാണ്ട് 6000-ഓളം വോട്ടുകൾ ഉണ്ടെന്നാണ് BJP-യുടെ കണക്ക്. അതേപോലെ തന്നെ ശ്രീധരന് ലഭിച്ച ഏതാണ്ട് 5000-ഓളം വോട്ടുകൾ BJP-ക്ക് പുറത്തുനിന്ന് വന്നതാണ്. അത് കൽപ്പാത്തിയിലടക്കമുണ്ട്. ആ വോട്ട് നേടിയെടുക്കാൻ സരിന്, ഡോക്ടർ എന്ന നിലയിലും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിലയിലും സരിന് ലഭിക്കുമെന്ന് അവർ കരുതുന്നു. തൊട്ടിപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ രാഹുൽ നടത്തുന്ന പോരാട്ടം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനും അപ്പുറത്തേക്ക് നഗര വോട്ടർമാരെ അടക്കം ഒരു പുതുമുഖം എന്ന നിലയിൽ ഷാഫി പറമ്പിൽ കൂടി ചേർന്ന് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് പിടിക്കാൻ രാഹുലിന് കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എല്ലാ ക്യാമ്പുകളും ഓരോരുത്തരുടെയും കോട്ടയിൽ ഇളക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം കണ്ട വിഷയം അത് തന്നെയായിരുന്നു. മൂത്താന്തറയിൽ RSSന്റെ ശക്തി കേന്ദ്രത്തിൽ വോട്ടിളക്കമുണ്ടാകുമെന്നായിരുന്നു ഇടതു വലത് മുന്നണികൾ പറഞ്ഞിരുന്നത്. അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നു. ഇന്ന് തന്നെ പ്രിയ അജയൻ, മുൻ നഗരസഭാ അധ്യക്ഷ തന്നെ നമ്മളോട് പറഞ്ഞത് അവർ മുന്നണി പാർട്ടി വിടുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അവർ അതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. BJP തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം, പാലക്കാട് BJP-യുടെ ശക്തി അറിയാമെന്നുള്ളതല്ല, RSSന്റെയും സംഘപരിവാറിന്റെയും ശക്തി അറിയാം എന്ന വാചകങ്ങളാണ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പാലക്കാട് RSS കൂടി ഇറങ്ങി നടന്നൊരു വലിയ പ്രചരണം നടന്നുകൊണ്ട് അതിന്റെ ഗുണമുണ്ടാകുമെന്ന് അവർ കരുതുന്നു. സംസ്ഥാനത്തെ UDF-ന്റെ മുഴുവൻ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് VD സതീശൻ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടന്ന
ഒരു തെരഞ്ഞെടുപ്പ്. വലിയ പ്രചരണം താഴെത്തട്ടിൽ, ഇതുവരെ ഇല്ലാത്ത നിലയിൽ താഴെത്തട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് അവരും കരുതുന്നു. ഇടതുമുന്നണിയും സമാനമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലം വട്ടിയൂർക്കാവ് മോഡലിൽ, മൂന്നാമതിരുന്ന വട്ടിയൂർക്കാവ് ഒന്നാമത് എങ്ങനെ എത്തിയോ അതേ മോഡലിൽ പാലക്കാട് പിടിക്കാമെന്ന് LDFും കണക്കുകൂട്ടുകയാണ്. എന്തായാലും കണക്ക് പലതാണ്, പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഒരു നിർണായക ഘടകം പാലക്കാട് ഇലക്ഷനിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ന്യൂനപക്ഷങ്ങൾ ആർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നത് വിജയ പരാജയങ്ങളെ കൃത്യമായി ബാധിക്കും എന്ന് നമുക്കറിയാം. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാൻ CPM വലിയ ശ്രമം നടത്തുന്നുണ്ട്. അത് എത്രമാത്രം വിജയിക്കും എന്ന് കണക്കാക്കാനാകും. ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഈ പ്രായരി പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ആ പ്രദേശത്തൊക്കെ എന്ത് തരത്തിലുള്ളൊരു ട്രെൻഡ് നീങ്ങുന്നു, കോൺഗ്രസിൻ്റെ ഒരു പ്രതിരോധം എങ്ങനെയാണ്, കോൺഗ്രസ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു? മനു, തുടക്കം മുതൽ ഇത് UDFിനൊപ്പം നിൽക്കുന്ന വോട്ടുകളാണ്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന വോട്ടുകളായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്ന വോട്ടുകൾ. അത് കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ചപ്പോഴും സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വോട്ടുകൾ അതേപടി നിലനിർത്തുക, അതിന് ഷാഫി തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SDPI ഒക്കെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് UDFിന്. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തി. ഈ SDPI നേതാക്കളടക്കം VD സതീശനുമായി ചർച്ച നടത്തിയെന്ന ആരോപണം പോലും BJP ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഇപ്പുറത്തൊരു ഏകീകരണമാണ്. എന്തായാലും എല്ലാ സാധ്യതകളും കോൺഗ്രസും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മനു, അതാണ് ചിത്രം. പാലക്കാട് അവസാന നിമിഷം വലിയ കണക്കുകൂട്ടലുകളാണ് മൂന്ന് മുന്നണികൾക്കുമുള്ളത്. അവിടെ ഒരു കൃത്യമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നു. നഗരപ്രദേശങ്ങളിലുള്ള BJPയുടെ വോട്ടുകൾ എങ്ങനെയെങ്കിലും അടർത്തിയെടുക്കാൻ കഴിയുമോ എന്ന് കണ്ണുനട്ട് നോക്കിയിരിക്കുകയാണ് UDFും അതുപോലെ CPMും. അതേസമയം പഞ്ചായത്തുകളിൽ കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തുകയാണ് BJP. മൂത്താന്തറ പോലുള്ള പ്രദേശങ്ങൾ, എക്കാലത്തും BJPക്കൊപ്പം നിന്ന പ്രദേശം, അവിടെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന പലതരം പ്രശ്നങ്ങൾ, SR ബാലസുബ്രഹ്മണ്യത്തെ പോലുള്ളവർ അവിടെ വിയോജിച്ച് പുറത്തു പോവുകയും പിന്നീട് തിരിച്ചു വരികയും ഒക്കെ ചെയ്ത കാഴ്ചകൾ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയൊക്കെ എന്ത് മാറ്റം ഈ സന്ദീപ് വാര്യർക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന വലിയ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. 2-1-3 വീണ്ടും സ്വാഗതം. NDAയും ഇന്ത്യ മുന്നണിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ 38 മണ്ഡലങ്ങളിലായി 528 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. രണ്ടാം ഘട്ടത്തിൽ മൊത്തം 127 കോടീശ്വരന്മാരാണ് സ്ഥാനാർത്ഥികളായി ജാർഖണ്ഡിൽ ഉള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഉത്തർപ്രദേശിലെ 9 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചാബിലെ 4 നിയമസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ സന്ദൂപ് കോൺഗ്രസിൻ്റെ രവീന്ദ്ര ചവാനെ നേരിടാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 26 അവിടെ MP ആയിരുന്ന വസത് ചവാൻ്റെ നിര്യാണത്തെ തുടർന്നാണ് നന്ദേഡ് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നത്. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജാർഖണ്ഡിൽ. അവിടെ JMM കോട്ടയായ ബർഹേത്തിൽ ഹേമന്ത് സോറൻ BJPയുടെ ഗാംലിയേലിനെ നേരിടുന്നു. ഹേമന്ത് സോറനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. JMMൻ്റെ ബസന്ത് സോറനെതിരെ BJPയുടെ സുനിൽ സോറനെ മത്സരിപ്പിച്ച ദുംകയാണ് രണ്ടാം ഘട്ടത്തിൽ ഇനി വലിയ ഒരു പോരാട്ടം കാണുന്ന മറ്റൊരു മണ്ഡലം. JMMൻ്റെ നിസാമുദ്ദീൻ അൻസാരിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി മത്സരിക്കുന്നത് ധാൻവാറിലാണ്. ഹേമന്ത് സോറൻ്റെ ഭാര്യയും JMM സ്ഥാനാർത്ഥിയുമായ കൽപ്പന സോറൻ BJPയുടെ മുനിയ ദേവിയോട് ഗംഠേയ സീറ്റിലാണ് ഏറ്റുമുട്ടുന്നത്. അങ്ങനെ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും വലിയ പോരാട്ടമായി മാറുകയാണ്. നവംബർ 20 തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും
പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. അവിടെ 148 സീറ്റുകളിലേക്കാണ് BJP മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 80 സീറ്റുകളിലാണ്. അതേസമയം ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ NCP 53 സീറ്റുകളാണ് അവർ ആവശ്യപ്പെടുകയും നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം മറുപക്ഷത്ത് നോക്കിയാൽ 103 സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവരുടെ ജനവിധി തേടുന്നത്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBT 89 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP 87 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി. മഹാവികാസ് അഘാഡി ഈ ബാക്കി വരുന്ന 6 സീറ്റുകൾ മറ്റ് സഖ്യകക്ഷികൾക്കാണ് നൽകിയിട്ടുള്ളത്. മഹാരാഷ്ട്ര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമായി നോക്കുകയാണെങ്കിൽ അവിടെ മുൻ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് തുടർച്ചയായി 4ാം തവണയും തൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ, ശക്തി ഉറപ്പിക്കാൻ ഒക്കെ ഉള്ള ശ്രമത്തിലാണ്. നാഗ്പൂർ സൗത്ത് വെസ്റ്റ് അസംബ്ലി സീറ്റിൽ കോൺഗ്രസിൻ്റെ പ്രഫുൽ ഗുധാഡയ്ക്കെതിരെയാണ് മത്സരിക്കുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാർ തൻ്റെ അനന്തരവനും NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയുമായ യുഗേന്ദർ പവാറിനെതിരെയാണ് മത്സരിക്കുന്നത്. പവാർ കുടുംബത്തിന് വലിയ ആധിപത്യമുള്ള മണ്ഡലമാണ് ബാരാമതി. അവിടെയാണ് കുടുംബാംഗങ്ങളുടെ ഏറ്റുമുട്ടൽ നടക്കുന്നത്. സഗേലി അസംബ്ലി മണ്ഡലത്തിൽ BJPയുടെ അവിനാഷ് ആനന്ദ് റാവുവിനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ, മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ നാനാ പട്ടോളെയാണ്. മഹാരാഷ്ട്രയിലെ BJP നേതാവും ചലച്ചിത്ര താരവുമായ നവനീത് റാണയുടെ റാലിയിൽ സംഘർഷമുണ്ടായി. തക്ബീർ മുഴക്കി ചിലർ കസേരകൾ വലിച്ചെറിഞ്ഞു എന്നാണ് ആരോപണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമരാവതിയിലെ ഖല്ലാറിലാണ് സംഭവം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതായിരുന്നു ചലച്ചിത്ര താരവും മുൻ MP-യുമായ നവനീത് റാണ. തെലുഗു സിനിമകളിലൂടെ ശ്രദ്ധേയയായ നവനീത് കൗർ റാണ മലയാളത്തിൽ മമ്മൂട്ടി ചിത്രം ലവ് ഇൻ സിംഗപ്പൂരിലും അഭിനയിച്ചിട്ടുണ്ട്. റാലിക്ക് നേരെ ചിലർ കസേര വലിച്ചെറിയുകയും ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. സംഭവം സംഘർഷത്തിൽ കലാശിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സംരക്ഷണം നൽകിയതിനാൽ താരം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഖല്ലാറിൽ സമാധാനപരമായി പ്രചരണം നടത്തുമ്പോഴാണ് ആക്രമണം നടന്നതെന്ന് നവനീത് വ്യക്തമാക്കി. പ്രസംഗത്തിനിടെ ചിലർ മോശം ആംഗ്യങ്ങൾ കാണിച്ചു. പിന്നീട് അല്ലാഹു അക്ബർ എന്ന് മുദ്രാവാക്യം പോലെ വിളിക്കാൻ തുടങ്ങി. പാർട്ടി അനുഭാവികൾ തടയാൻ ശ്രമിച്ചപ്പോൾ കസേര എറിയാൻ തുടങ്ങിയെന്നും താരം പറയുന്നു. तिथून मला वोटिंग करत होते आणि जेव्हा मी खाली आली, भाषण संपवलं तरी मी काही रिॲक्ट नव्हता केला. पण माझे कार्यकर्त्यांना मला पाहून जोरात अल्लाहू अकबर करायला लागले. आणि मग मारायला जेव्हा माझ्या लोकांनी, आजूबाजूनी सगळ्यांनी सांगितलं, देशमुखांनी. സംഘർഷത്തിനിടയിൽ തന്റെ നേരെ ഒരാൾ തുപ്പി. സെക്യൂരിറ്റി ജീവനക്കാരന്റെ യൂണിഫോമിലാണ് തുപ്പൽ വീണത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അമരാവതിയിലെ മുഴുവൻ ഹിന്ദുക്കളെയും അണിനിരത്തുമെന്ന് നവനീത് റാണ. ചില പാർട്ടി പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റതായി പരാതിയുണ്ട്. സംഭവത്തിനു ശേഷം ഖല്ലാർ പോലീസ് സ്റ്റേഷനിൽ BJP നേതാവ് പരാതി നൽകി. FIR രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ നവനീത് റാണ 2019 മുതൽ 24 വരെ സ്വതന്ത്ര MP-യായി അമരാവതിയെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നു. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിച്ചപ്പോൾ 20,000-ഓളം വോട്ടുകൾക്ക് കോൺഗ്രസിനോട് തോറ്റു. മഹാരാഷ്ട്രയിലെ ബഡ്നേര സീറ്റിൽ നിന്നുള്ള MLA-യായ രവി റാണയാണ് ഭർത്താവ്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ഇന്ന് ശരത് പവാർ ന്യൂസ് 18 പ്രത്യേക അഭിമുഖം നൽകി. മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്കും മറാത്ത വിഭാഗങ്ങൾക്കും സംവരണം നൽകുമെന്ന് ആണ് ശരത് പവാർ ന്യൂസ് 18നോട് പറഞ്ഞത്. BJPക്കൊപ്പമുള്ള സഹോദരൻ അജിത് പവാറിനെ ബാരാമതി മണ്ഡലത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കില്ല എന്നും ഞങ്ങളുടെ പ്രതിനിധി ഏഷാ കോടക്കിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ശരത് പവാർ വ്യക്തമാക്കി. We have to provide certain facilities to them. മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾ, മറാത്തകൾ, OBC-കൾ, ധൻകാർ എന്നിവരെല്ലാം സംവരണം ആവശ്യപ്പെടുന്നവരാണ്. സംവരണം മാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കൂടി പ്രവർത്തിക്കുമെന്ന് ശരത് പവാർ പറഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ശരത് പവാർ ന്യൂസ് 18നോട് നയം വ്യക്തമാക്കിയത്. അജിത് പവാർ കോൺഗ്രസ് പ്രത്യേക ശാസ്ത്രത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. BJPക്കെതിരായി പോരാടിയ അദ്ദേഹം ഇപ്പോൾ അവർക്കൊപ്പമാണ്. BJPക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്നത് ബാരാമതിയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടില്ലെന്നും ശരത് പവാർ.
contesting elections for many years. We always contest elections legally. Ajit Dada also got elected, I don't think, when I think 6 or 7 times. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 വർഷം മുമ്പ് കടലിൽ ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. മോദി പ്രസ്താവനകൾ മാത്രമാണ് നടത്തുന്നത്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ലെന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും ശരത് പവാറിന്റെ ആരോപണം. മോദി വർഗീയ നിലപാടാണ് സ്വീകരിക്കുന്നത്. തോൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ. അതുകൊണ്ടാണ് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. What do you intend regarding one particular statue, which was so-called inaugurated by Mr. Narendra Modi? That was collapsed within 1 month. Secondly, they announced that there is some memorial in the sea, in the Arabic Sea. ഇത് സമൂഹത്തോടുള്ള അനാദരവാണെന്നും ശരത് പവാർ. ഇനി തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കില്ലെന്ന് മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. രാജ്യസഭയിൽ തുടരും, ജനങ്ങളെ സേവിക്കുകയും ചെയ്യും. സുപ്രിയ സുലെ മുഖ്യമന്ത്രിയാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും NCP തലവൻ വ്യക്തമാക്കി. He is the person who will continue our legacy, who will continue to work for next 30-40 years. And that's why we selected him. He has also shown his mettle, and I'm sure people of Varanasi, Vatsa of Varanasi will encourage him, support him. ലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ശരത് പവാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ പ്രതിനിധിയോട് അദ്ദേഹം കൂടുതൽ വ്യക്തമായി പറയുകയും ചെയ്തത്. NCP തലവൻ ശരത് പവാറിൻ്റെ ബാഗുകൾ ഇന്ന് മഹാരാഷ്ട്രയിൽ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിച്ചത്. ബാരാമതി ഹെലിപ്പാഡിൽ ആണ് ഈ സംഭവം നടന്നത്. സോലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു പവാർ. കേന്ദ്രമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ എന്നിവരുടെ ബാഗുകൾ ഒക്കെ തെരഞ്ഞെടുപ്പ് അധികാരികൾ നിരന്തരം പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പരിശോധന വളരെ വ്യാപകമായി നടന്നിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർത്തുകയാണ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. അദ്ദേഹം ഭരണഘടനയുമായി കറങ്ങി നടക്കുകയാണ്. OBC-കളെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് അവകാശപ്പെടുന്നു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ എത്ര OBC അംഗങ്ങളുണ്ട്? സോണിയാഗാന്ധിയുടെ ദേശീയ ഉപദേശക സമിതിയിൽ OBC-ക്കാർ ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ എത്ര OBC അംഗങ്ങളുണ്ട്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് JP നഡ്ഡ. നരേന്ദ്രമോദി സർക്കാരിൽ ഇന്ന് 27 OBC മന്ത്രിമാരുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു BJPയുടെ ദേശീയ അധ്യക്ഷൻ. ഇനി നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗുകൾ കാണാം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വൽക്കരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സന്ദീപ് കോൺഗ്രസിലെത്തിയാൽ ലീഗ് അണികൾക്ക് അമർഷമുണ്ടാവും. പാണക്കാട് പോയതുകൊണ്ട് അത് മാറില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ. പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. സന്ദീപ് കോൺഗ്രസിൽ തന്നെയാണ് എത്തേണ്ടതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പരിഹസിച്ചു. BJPയെ ക്ഷീണിപ്പിക്കുന്ന തീരുമാനമെന്ന നിലയിൽ സന്ദീപ് വാര്യർ BJP വിട്ടതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രി സംഘ് പരിവാറിനെ സന്തോഷിപ്പിക്കുന്നു എന്ന് VD സതീശൻ. പാണക്കാട് തങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ സംഘ് പരിവാറിന് സുഖിക്കുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നേരത്തെ മുസ്ലിം ലീഗിനെ സുഖിപ്പിച്ചെങ്കിലും അവർ വരില്ലെന്ന് മനസ്സിലായെന്നും VD സതീശൻ പറഞ്ഞു. ഇതേ നാവുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്.
ഇപ്പോൾ പാണക്കാട് തങ്ങൾ മോശക്കാരനായി. കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് UDF ഇട്ടു പോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു CPM. അപ്പോൾ പാണക്കാട് തങ്ങൾ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്. വി ഡി സതീശന് പക്ഷേ കണ്ടകശനിയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ആക്ഷേപം. സന്ദീപ് വാര്യർക്കൊപ്പം കൗൺസിലർമാർ പോകും എന്ന ദിവാസ്വപ്നമാണ് കണ്ടത്. സ്വപ്നം കാണുന്നതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ വരുമായി വി ഡി സതീശൻ ചർച്ച നടത്തി എന്ന ആരോപണത്തിന് കോൺഗ്രസിന് മറുപടിയില്ല. PDP ബന്ധത്തിന് CPM-നും എന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദീകരണം ചെയ്യാം. ഞാനിപ്പോൾ അത് പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. 2-1-3 പൂർത്തിയാകുന്നു. നന്ദി.